പ്രകൃതിയിൽ ജീവിക്കുന്ന നമ്മൾ കുട്ടികളെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പഠിപ്പിക്കുക. ആറ്റിങ്ങൽ അവനവഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികൾ അതിൽ പ്രാപ്തരാവുകയാണ്. പ്രകൃതിക്ക് ദോഷകരമല്ലാതെ നമ്മൾ ബ്രിക്സ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രിക്സിനെയാണ് എക്കോ ബ്രിക്സ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമ്മൾ എട്ടിലധികം നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റിന് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഈ പ്ലാസ്റ്റിക്സിനെ റീയൂസ് ആണ് ചെയ്യുന്നത്. ഒരു പ്ലാസ്റ്റിക് കുപ്പിൽ തന്നെ 350 മുതൽ 400 ഗ്രാം വരെ പ്ലാസ്റ്റിക്കുകളാണ് നിറയ്ക്കുന്നത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ സ്കൂളിലെ ഈ വിശ്രമ ബെഞ്ച് നമ്മൾ ഏതാണ്ട് 700ഓളം ഇതുപോലത്തെ ഇക്കോ ബ്രിക്സ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഇതിനകം തന്നെ ഞങ്ങൾ ഏതാണ്ട് 3000-ലധികം ഇക്കോ ബ്രിക്സ് നിർമ്മിച്ചു കഴിഞ്ഞു. അത് പറഞ്ഞാൽ അതിനൊന്ന് കണക്കാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് ഭൂമിയിൽ വീഴാതെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ ഭൂമിക്ക് ദോഷം വരാതെ അതിനെ പുനരുപയോഗത്തിലേക്ക് എത്തിക്കാൻ ഈ കുട്ടികൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ കിച്ചണിൽ തന്നെ എന്തെല്ലാം വാങ്ങുന്നുണ്ട്, അതിൻ്റെ എല്ലാം കവറുകളെല്ലാം നമ്മൾ ഒരു സഞ്ചിയിലോട്ട് ശേഖരിച്ച് വയ്ക്കും. പാല് വാങ്ങുന്ന പാൽ കവർ അങ്ങനെ എല്ലാം ശേഖരിച്ച് വെച്ച് അതിനെല്ലാം ഒരു കുപ്പിയിലോട്ട് നിറയ്ക്കുന്നു. 2 ആഴ്ച മതിയാവും ഒരു കുപ്പി നിറയ്ക്കാൻ. 2 ആഴ്ച കിട്ടുന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ഒരു കുപ്പി നിറയ്ക്കുന്നു. അത് നമ്മൾ സ്കൂളിൽ കൊണ്ടുവന്ന് സേവ് ചെയ്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ സ്കൂളിൻ്റെ പരിസരത്ത് വലിയൊരു ആൽമരമുണ്ട്. ആൽമരത്തിൻ്റെ ചുവട്ടിൽ ധാരാളം ആൾക്കാർ ഹാങ് ഔട്ട് ചെയ്യുന്നൊരു പ്രദേശമാണ്. അവിടെ വന്നിരുന്ന് വിശ്രമിക്കാനും കാറ്റ് കൊള്ളാനും ഒക്കെ ആൾക്കാർ വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ ഞങ്ങളൊരു അലമാര സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് വരുന്ന വർത്തമാന പത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ അവിടെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പിരപ്പൻകാട് പാടശേഖര സമിതിയിൽ 10 വർഷമായി ഓരോ ഏക്കറോളം നെൽകൃഷി വർഷത്തിൽ 2 തവണ എന്ന രീതിയിൽ നെൽകൃഷി ചെയ്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാ കൃഷി പാഠങ്ങളും കൃഷിയിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ അവർ തന്നെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് അവരും കൂടി ഈ സമൂഹത്തെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പുതിയ കാലത്തെ കൃഷി സംസ്കൃതിയിലേക്ക് മാറ്റിക്കൊണ്ടുവരാനുള്ള ശ്രമമാണ് SPCയുടെ ഭാഗത്ത് നടക്കുന്നത്. ഇവിടെ നിന്ന് കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങി അരിയാക്കി നിറവ് എന്ന പേരിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു അരി ബ്രാൻഡായി പുറത്തിറക്കുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. ഒരു കുട്ടി വിദ്യാഭ്യാസത്തിലൂടെ മാത്രമല്ല, പുറത്തുനിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ കുട്ടികളെ നല്ലത് പഠിപ്പിക്കുക, നല്ലത് ശീലിപ്പിക്കുക. അങ്ങനെ കുട്ടികൾ മിടുക്കരായി വളരട്ടെ. രതീഷ് വെൺപകലിനൊപ്പം ടി സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.